എൻ്റെ രോഗമെല്ലാം യേശുനാഥനേറ്റെടുത്തു. തൻ്റെ അടിപ്പിണരിനാ എൻ്റെ രോഗം മാറ്റിയല്ലോ. തകർത്തന്നെ ഉടച്ചതും നന്മയ്ക്കായല്ലോ. ഉപയോഗപാത്രമായി തീർത്തിടാനായി തിന്മയ്ക്കായൊന്നു എൻ്റെ താതൻ തീർക്കുകില്ല തൻ്റെ കൃപയാൽ. തിന്മയ്ക്കായൊന്നും എൻ്റെ താതൻ തീർക്കുകില്ല തൻ്റെ കൃപയാൽ. ദൈവനാമത്തിൽ മഹത്വമുണ്ടട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയെ നിൽപ്പാൻ തീർക്കണം. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വൻകൃപയർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ആലയത്തിൽ കടന്നു വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-9 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് നടുവേദന, ശരീരം മൊത്തം നീരും, തലക്കറക്കവും, ഛർദിലും. എനിക്ക് പറയാനറിയത്തില്ല, ആ രീതിയിലായിരുന്നു. തല പമ്പരം പോലെ കറങ്ങിയടിക്കും. എനിക്ക് എന്തെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. 2 സ്റ്റെപ്പ് കാല് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ തളർന്ന് വീഴും. ഞാൻ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ന്യൂറോ സർജറി ഡോക്ടറെ കാണിക്കുകയും ഒട്ടും എനിക്ക് വ്യത്യാസം വന്നില്ല. അപ്പോൾ ഒരുപാട് വീഴ്ചകൾ വീണിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അഭാവതമെന്ന് പറഞ്ഞ് മെഡിക്കൽ ലീവ് എടുത്ത് ആയുർവേദ ആശുപത്രിയിൽ 51 ദിവസം കിടന്നു. അപ്പോൾ അവിടെ കിടന്നിട്ടും സൗഖ്യം കിട്ടിയില്ല. എന്നെ എല്ലാവരും പറഞ്ഞ് ENT ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്കണം, തലക്കറക്കമല്ലേ. ENT ഡോക്ടറെ കാണിച്ചിട്ടും ഇൻസ്പെക്ഷന് ഒന്നുമില്ല. പക്ഷേ എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ബ്ലീഡിങ് ആയിട്ട് ഇവിടെ കടന്നു വന്നതാണ്. കർത്താവ് സൗഖ്യം നൽകുകയും തിരുമല പ്രയർ ടൗണിൽ കടന്നു പോവുകയും എന്നിട്ട് പിറ്റേ ദിവസം ഇവിടെ ആലയത്തിൽ കടന്നു വന്നു. ഇവിടെ ആലയത്തിൽ കടന്നു വന്ന ദിവസം ബ്രദർ അഭിശാലം കർത്താവ് തന്ന വിടുതലിൻ്റെ സാക്ഷ്യമായി നിന്ന ദിവസമായിരുന്നു. ഞാൻ അപ്പോഴേക്കും എനിക്ക് കൂടുതൽ ദൈവത്തോട് അടുക്കാൻ സാധിച്ചു. എൻ്റെ പ്രശ്നത്തിനും എൻ്റെ സർവശക്തൻ എന്നെ വിടുവിക്കുമെന്ന് കൂടുതൽ വിശ്വാസ വർധന ഒരുക്കുവാൻ ഇടയെത്തിയിരുന്നു. ഫാസ്റ്റ് 3 ഹീലിംഗ് പ്രെയർ എന്ന് പറഞ്ഞിരുന്നു. ആദ്യമത്തെ ഹീലിംഗ് പ്രെയറിന് എണീറ്റിരിക്കാൻ വയ്യ, ശരീരം മൊത്തം നേരെ, എനിക്ക് ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ല. ഫിറ്റായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പം എനിക്കൊരു ആശ്വാസമുണ്ടെങ്കിലും ഫസ്റ്റ് ഹീലിംഗ് പ്രെയറിന് വേറെ വ്യത്യാസമൊന്നും വന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹീലിംഗ് പ്രെയർ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ്, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും പൈശാചിന് എന്തെങ്കിലും കാണിച്ചിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി നോക്കിയപ്പോൾ നമുക്ക് 3 ആടുണ്ട്, 3 കോഴിയുണ്ട്, 2 പട്ടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. ചെന്നിടന്ന് ഉറങ്ങി. 11:30 ആയപ്പോഴേക്കും ഒരാട് അലറി വിളിച്ചു. അപ്പം ചെന്ന് ചേട്ടനൊക്കെ നോക്കിയപ്പോൾ ഇത് പ്രസവിച്ചത് എൻ്റെ രോഗം എന്തൊക്കെയായിരുന്നോ, കഴുത്തിന്, നടുവിന് എല്ലാം അതേപോലെ ആ ആട്ടിൻകുട്ടി പുറത്തു വരാനിടയെ തന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അത് ചത്തുപോയി. പിറ്റേ ദിവസം മുതൽ എനിക്ക് വ്യത്യാസം വരാൻ തുടങ്ങി. എന്നിട്ട് 2ാമത്തെ ഹീലിംഗ് പ്രെയർ ആയപ്പോഴേക്കും വെള്ളി, ശനി, ഞായർ ഇത് വെറുമേറ്റിൽ കഴിക്കണമെന്ന് പറഞ്ഞു. വെറുമേറ്റിൽ കഴിച്ചപ്പോഴേക്കും ശരിക്കും ഛർദ്ദിച്ചെന്ന് പറഞ്ഞാൽ കാഞ്ഞിരം പോലെ കയ്പായിരുന്നു. അപ്പോൾ ഞാൻ 10-12 ടാബ്ലറ്റ് ഒരു നേരം കഴിക്കുമായിരുന്നു. അന്ന് മുതൽ ഞാൻ ഫാസ്റ്റ് ചോയ്സ് ഇല്ല, പക്ഷേ ഞാൻ അത് മതിയാക്കി. എന്നിട്ട് 3ാമത്തെ ഹീലിംഗ് പ്രെയർ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ സൗഖ്യം എൻ്റെ കർത്താവ് തരും. ഞാൻ ആദ്യത്തെ ശമ്പളം കർത്താവിൻ്റെ ആലയപ്പണിക്ക് കൊടുക്കുമെന്നും കർത്താവിൻ്റെ മുമ്പിൽ സാക്ഷി പറയാമെന്ന് നേരുവാനിടയെത്തിയിരുന്നു. ഇവിടെ വന്ന് 3ാമത്തെ ഹീലിംഗ് പ്രെയർ ആയപ്പോഴെനിക്ക് ശരിക്കും എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടായിരുന്നു അതെല്ലാം വരുവാനിടയെത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഫാസ്റ്റഡിക്ക് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇത് പൈശാചിയൻ എല്ലാം ശരീരത്തെ കൊണ്ടുവന്നത് വിടിവിക്കാനായിരുന്നു എന്ന്. പക്ഷേ 3ാമത്തെ പ്രെയർ കഴിഞ്ഞപ്പോഴേക്കും എന്നെ കർത്താവ് തൊട്ട് പൂർണ്ണമായിട്ട് വിടിവിച്ചു. എന്നിട്ട് ഫാസ്റ്റ് പറഞ്ഞ് എന്തായാലും ഇത് മോൻ്റെ അടുക്ക പറഞ്ഞ്, മോനെ 2 ദിവസം നീ ആശുപത്രിയിൽ അമ്മയെ കൊണ്ടുവിട്ടിട്ട് വിളിച്ചുകൊണ്ട് വരണം, 3ാമത്തെ ദിവസം പെക്കോളൂ വന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ദൈവമേ ഈ വെട്ടുവയ്യാത്ത ഞാൻ എങ്ങനെ 2 വീലർ ഓട്ടിച്ച് 1-1.25 മണിക്കൂർ ഡ്യൂട്ടിക്ക് പോയി. മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര ടഫാണ്. അവിടുത്തെ ജോലിയും കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വീട്ടിൽ വരാൻ എങ്ങനെ പറ്റുമെന്ന്. പക്ഷേ 2 ദിവസം മാത്രമേ മോൻ കൊണ്ടുവിട്ടുള്ളൂ. 3ാമത്തെ ദിവസം കറക്റ്റായിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയി അവിടുത്തെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വണ്ടി ഓട്ടിച്ച് തിരിച്ചു വന്ന് എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാൻ സർവശക്തനായ ദൈവം കൃപ തന്നു. അതിനത്തിന് നന്ദി പറയുന്നു. അതേപോലെ എനിക്ക്
കഴിഞ്ഞ മാസം 3 ആഴ്ചയിൽ ഫാസ്റ്റ് ഓരോ വാഗ്ദത്തങ്ങൾ ദൈവം പറയുന്നത് അതേപടി പറയാനിടയായിരുന്നു. ഒരു വള്ളിയോ പുള്ളിയോ ഫാസ്റ്ററിൻ്റെ കയ്യിലെന്നിട്ട് ഫാസ്റ്റർ പറയുകയില്ല. ദൈവം പറഞ്ഞത് മാത്രമേ പറയുള്ളൂ. അനുഭവ സാക്ഷ്യത്തിന് സാക്ഷിയാണ് ഞാൻ. കഴിഞ്ഞ മാസം 12-ാം തീയതി ഞാൻ നൈറ്റിന് ഡ്യൂട്ടിക്ക് പോയായിരുന്നു. അപ്പം ഫാസ്റ്റർ പറഞ്ഞ് ആക്സിഡൻറ്റുകൾ സംഭവിക്കാൻ പോകുന്നുവെന്ന്. പക്ഷേ ദൈവം സംരക്ഷിക്കുമെന്നും പറയാനിടയെത്തിയിരുന്നു. ഒരു മങ്കർ ലോറി ബേട്ട ജംഗ്ഷനിലെത്തിയപ്പോഴേക്കും ട്രാഫിക് കഴിഞ്ഞ് കുറച്ചിങ്ങ് പോന്നപ്പോഴാണ് അത് നിയന്ത്രണം കിട്ടാതെ ആ ഡ്രൈവർ വലഞ്ഞ് പോലീസുകാരുടെ ഓടിയെല്ലാം ബാക്കിൽ നിന്ന് വരികയായിരുന്നു. പക്ഷേ ബ്രേക്ക് പൊട്ടിയതാണെന്നാണ് പറഞ്ഞത് ആ ഡ്രൈവർ ഇറക്കി ചോദിച്ചപ്പോഴേക്കും. എന്നാൽ ഞാൻ മാത്രമല്ല അനേകം മക്കൾ വണ്ടിയുടെ അടിയിലാവുമായിരുന്നു. ആ ഡ്രൈവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ടക്കന ബ്രേക്ക് ആരോ പിടിച്ച് നിർത്തും പോലെ നിർത്തിയെന്ന് പറയാനിടയെത്തിയിരുന്നു. അതോടെ ഒരുപാട് ജീവൻ കർത്താവ് രക്ഷിക്കാനിടയെത്തിയിരുന്നു. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പറഞ്ഞ് എന്തെങ്കിലും ഒരു ചരടോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പൈശാചികം എന്തെങ്കിലും കാണോ അതിൽ നിന്നും കർത്താവ് വിടിവിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചേട്ടനാണ്, നമുക്ക് ലോറിയുണ്ട്. അപ്പം തടി മുറിച്ചിട്ടിട്ട് ഈ സാധനം കയറ്റാൻ കരുതി വണ്ടിയിലെടുത്ത് പോയപ്പോൾ എന്തോ ഒരുമാതിരി അപകടം തോന്നി. എന്നിട്ട് വണ്ടിയുടെ ഡോറ് തുറന്നിടുന്നു. അപ്പോൾ ടയർ പഞ്ചറായിരുന്നു. അപ്പോൾ ടയർ പഞ്ചർ മാറ്റിയിടാൻ കരുതി ഇരുന്ന് ഇളക്കിക്കൊണ്ടിരുന്ന സമയത്തേക്ക് കാലിൻ്റെ അകത്തൂടെ എന്തോ കയറി പോകുന്നത് പോലെ തോന്നി. ഇളുപ്പൂടിൻ്റെ അടുത്തെത്തിയപ്പോഴേക്ക് 2 കാലും മൊത്തം കുഴഞ്ഞു വീഴുവാനിടയെത്തിയിരുന്നു. അപ്പോഴേ മോനാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് അവിടെ കൊണ്ടെത്തിച്ചിട്ട് എന്നെ വിളിച്ച് പറയണം ഇതേപോലെയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് പ്രാർത്ഥന കഴിക്കാൻ വെള്ളം കൊടുത്ത് എണ്ണയും കൊടുത്തിട്ട് ശരീരം മൊത്തം പൂശി കൊടുക്കാൻ പറഞ്ഞ് പപ്പയുടെ കിടന്ന് ഉറങ്ങാൻ പറ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രേയർ ടൗണിൽ വിളിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ് ഇതേപോലെയാണ് ഒരു സിസ്റ്ററാണ് എടുത്തത്, ആരാന്ന് അറിഞ്ഞുവിടുക. എന്നിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴേക്കും ചേട്ടൻ സുഖമായിട്ടിരിക്കുന്ന കാലം ഞാൻ സാക്ഷീകരിക്കാമെന്ന് പറയാനിടയായിത്തീർന്നു. എന്നാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും വീട്ടിൽ വിളിക്കും. കാരണം 2 വീലർ വരുന്നതുകൊണ്ട് അവർക്ക് പേടി. പക്ഷെ അതുകൊണ്ട് ഞാൻ അന്നൊന്നും വിളിച്ചില്ല. ഞാൻ എന്തോന്നന്ന് ചോദിക്കും, സുഖമുണ്ടോ ഇല്ലേ, എനിക്ക് കൺഫ്യൂഷനായിരുന്നു. എന്നാലും ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ചേട്ടയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത് വിളിച്ചപ്പോഴേക്കും പറഞ്ഞു എനിക്ക് കർത്താവ് സൗഖ്യം തന്ന് ഞാൻ കാഞ്ഞിരംകുളത്ത് പോയിരിക്കുന്നെന്ന് പറയാനിടയെത്തിയിരുന്നു. പിന്നെ ഫാസ്റ്റ് പറഞ്ഞ് 21 ദിവസം കറക്റ്റായിട്ട് ആലയത്തിൽ വരണമെന്ന്. 21 ദിവസമല്ല, എൻ്റെ കർത്താവ് എത്ര ദിവസം എനിക്ക് ആയുസ് തരുമോ അത്രയും ദിവസം കുടുംബമായിട്ട് ഇവിടെ വന്ന് തന്നെ ആരാധിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം തനിക്ക് നൽകിയ ഒരു നല്ലൊരു അനുഭവ സാക്ഷ്യമാണ്. അമ്മ വചനത്തിൽ തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം, ലഗ്യോൻ ബാധിച്ച ഒരു വ്യക്തി 6000 ഭൂതങ്ങൾ തൻ്റെ മേലുണ്ടായിരുന്നു. ഈ 6000 ഭൂതങ്ങൾ ശരീരത്തിലുണ്ടായിരുന്ന ആ വ്യക്തിയെ ദൈവം സൗഖ്യമാക്കിയപ്പോൾ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരന്മാർ. ഇത് ഞങ്ങളൊന്നും ആക്കുന്നതല്ല കേട്ടോ, ഭയങ്കര ക്രൂരന്മാർ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നം വരുത്തിയിട്ട് പോയില്ലെങ്കിൽ അവർക്ക് സമാധാനം വരത്തില്ല. അപ്പോൾ യേശു ആ ഭൂതങ്ങളെ അല്ലെങ്കിൽ ശാസിച്ച് ആ വ്യക്തിയെ സ്വതന്ത്രമാക്കിയപ്പോൾ ഈ 6000 ഭൂതങ്ങൾ പോയി 2000 പന്നികളിൽ കയറി ആ പന്നികളൊക്കെയും പോയി വെള്ളത്തിൽ ചാടി മൊത്തം ചത്തു പോകുന്ന അവസ്ഥയായിരുന്നു. ഇതുപോലെയായിരുന്നു സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ. ശരീരം മുഴുവനാക്കി വളരെ പ്രയാസമായിരുന്നു, വളരെ ബുദ്ധിമുട്ട്. തനിക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട്, വണ്ടി ഓട്ടിക്കാൻ പറ്റത്തില്ല, കഴുത്തിന് ബുദ്ധിമുട്ട്, അങ്ങനെ നീര് ബാധിച്ച് തൻ്റെ വസ്ത്രം പോലും ഇടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്ന സമയത്തിൽ ദൈവം തന്നെ സ്വതന്ത്രമാക്കിയപ്പോൾ ചില അടയാളങ്ങളൊക്കെ അവരത്തിൽ സംഭവിക്കുവാനിടയായിരുന്നെങ്കിലും ഇന്ന് ഈ മകൾ മരിച്ചു പോകേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ മകളുടെ ജീവിതം അവസാനിക്കേണ്ട സ്ഥാനത്ത് ദൈവം അതിനൊന്നും വിട്ടുകൊടുക്കാതെ ദൈവം പൂർണ്ണമായൊരു വിടുതൽ നൽകി.